ഹലോ ഗൈസ്, ഇതാ ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് ഞങ്ങൾ ഒരു യാത്ര പോയാലോ എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാതെ സഡൻ പ്ലാൻ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിപ്പോഴത്തെ വീഡിയോ അല്ല, കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് ഇട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഊട്ടിയിലോട്ടാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പോക്കായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ സ്ഥലത്ത് വിളിച്ചൊക്കെ സെറ്റൊക്കെ ആക്കിയതാണ്. ഇപ്പോൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എത്തിയപ്പോൾ തന്നെ രാത്രിയായി. പിന്നെ ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഹാളുണ്ട്, ആദ്യം അവിടെ കെറ്റിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ റൂമിലോട്ടാണ്, ഞാനും ഏട്ടനും കിടന്ന റൂമാണ് ഈ റൂം. ഓക്കെ, അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മുന്നേ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നല്ല കിട്ടുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കുഴപ്പമില്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഇത് മറ്റേ റൂം. ഇവിടെയാണ് ജോലിയും ഷീനാട്ടനും മോളൊക്കെ കിടന്നത്. പിന്നെന്താണ്, രാവിലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പുറമേ നിന്നുള്ള വ്യൂ. നല്ല രസമായിരുന്നു, നല്ല ക്ലൈമറ്റും നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ. കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഞങ്ങൾ കുറച്ച് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇതൊക്കെ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ നടന്നു. അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കുക. അപ്പോൾ പിന്നെ ചായ കുടിക്കുമ്പോൾ നമ്മൾ പിന്നെ അതും വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ചുമ്മാ ഇരുന്നിട്ട് വെറും പോസ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. നമ്മൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, എന്താ പറയുക, ഒന്നും മിസ്സാക്കരുത്. യെസ്, അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ്, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, വെറും കാലി ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പിന്നെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറ് ഭക്ഷണം കഴിക്കാനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഇനി കാണാൻ നിങ്ങൾ പോകുന്നത്. കാരണം ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ നമ്മളുടെ എന്താ പറയുക, നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ പുറത്തുള്ള വ്യൂ. അപ്പം എന്തെല്ലാമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ പോകുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കണ്ടോളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല, അത്ര നേരത്തെയാണ്. അപ്പോൾ പിന്നെ അവിടെ കിട്ടിയത് എന്തോ അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ അല്ലറ ചില്ലറ സ്നാക്സൊക്കെയാണ് കഴിക്കണത് കേട്ടോ. നമ്മുടെ ചോളവും മാഗിയും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഈ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ പരിപ്പവടയിൽ അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട, ഇനിയും നിങ്ങൾ കാണും ഞങ്ങൾ പലതും കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് അതങ്ങ് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് വ്യൂ ഒക്കെ കാണാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കണ്ട് നടന്ന് പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാലോ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഹോട്ടൽ കണ്ടു. ഹോട്ടലല്ല, ഒരു കഫേ പോലെ ചെറിയൊരു ഐറ്റം. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ പോയി ചുമ്മാ ഒരു ബജ്ജിയും നല്ല ചായ ഞാൻ കുടിച്ചില്ല, ഞാൻ അങ്ങനെ ചായൻ്റെ ആളല്ല, എപ്പോഴെങ്കിലൊക്കെ കുടിക്കുള്ളൂ. പക്ഷേ എൻ്റെ ഹസ്ബൻഡും ഷിനുവേട്ടനും ചായ കുടിച്ചു. ഞങ്ങൾ വെറും ബജ്ജി മാത്രമേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് വ്യൂ പോയിന്റിൽ കയറി വ്യൂ ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് ഞങ്ങളുടെ കപ്പിൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീഡിയോസ് അവരെടുക്കും, അവരുടെ വീഡിയോസ് ഞങ്ങളെടുക്കും. ചുമ്മാ നടന്ന് പോസ്റ്റ് തന്നെ, വെറും ഷോ ഓഫ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമല്ലേ. നമുക്കിതൊക്കെയല്ലേ മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യാത്രകളിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂപ്പര് പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ ഇത് കഴിക്കാൻ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ചുമ്മാ ചെറിയ സ്നാക്സ്, ചെറിയ ഐറ്റംസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് യാത്രയിലെ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വീണ്ടും ഓട്ടത്തിൻ്റെ വീഡിയോ ആണ്. ഇതും ചുമ്മയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ തന്നെ. പിന്നെ ഞങ്ങളിവിടെ ഒരു എസ്റ്റേറ്റിലോട്ടാണ് പോയത്, ഒരു ടീ എസ്റ്റേറ്റിലോട്ട്.
അവിടെ നല്ല ഫ്രീ ആയിട്ട് നല്ല കോഫി ടീ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. പിന്നെ അവിടെ കോസ്റ്റ്യൂം ഇട്ടിട്ടും കുറേ ആൾക്കാർ ഇങ്ങനെ എത്ര രൂപ പൈസ എത്ര എനിക്ക് ഓർമ്മയില്ല, കോസ്റ്റ്യൂം നമുക്കിങ്ങനെ കാപ്പി തോട്ടത്തിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കില്ലേ, ഇങ്ങനെ ഇതൊക്കെ പറിക്കുന്ന പോലെയൊക്കെ അങ്ങനത്തെ കോസ്റ്റ്യൂംസിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ നേരെ പോയി ഞങ്ങൾ ടീ ഒക്കെ വാങ്ങി കുടിച്ച് പ്രകൃതി രമണീയത ആസ്വദിച്ച് ഇങ്ങനെ നിന്നു വീഡിയോ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശയാണ് ഞങ്ങളുടെ വീഡിയോ എടുത്തത്. അതിൻ്റെ കോലാണ് ഈ കാണുന്നത്. അവളിങ്ങനെ ടക്ക് ടക്കട ഇടത്തേക്ക് കൊടുത്ത് കാണിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ്. ഇങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് അവിടെ കാണാം. Then they are grinded at 50 degrees Celsius in all mill machine, and then cocoa bean is liquefied. ഡാർക്ക് 2 ടൈപ്പാട്ടോ. ചെയ്യാൻ പറ്റില്ല. वेदरिंग करने के बाद मॉर्निंग 9 o'clock मशीन स्टार्ट होती है तो बेल्ट में डाली जाती है पत्तियाँ. ആ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ കേട്ട് കുറേയൊക്കെ എവിടേക്കോ നോക്കി നടന്നു. പിന്നെ വീണ്ടും നമുക്ക് ചായ കോംപ്ലിമെൻ്ററി കിട്ടിയിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റും ഗ്രീൻ ടീ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി അവിടുത്തെ തന്നെയുള്ള ഷോപ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഗ്രീൻ ടീ കണ്ടാൽ ഇവിടെ നിന്നും വാങ്ങും, ഗ്രീൻ ടീൻ്റെ ആളാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ വേഗം അവിടെയുള്ള നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല ബിരിയാണി, മട്ടനും ചിക്കനും ബീഫും എല്ലാത്തരം ബിരിയാണികളും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്, പൈൻ ഫോറസ്റ്റ്. റെയിൽവേ സ്റ്റേഷനിലില്ല, ഞാൻ ഹണിന്റെ ബാഗ് എടുത്തു. റീൽസ് ചെയ്യാൻ ഉപ്പേൻ്റെയും ഉമ്മേൻ്റെയും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് ഈശ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈ ഊട്ടി യാത്രയിലുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.